ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 1 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി സഭ നമുക്ക് നൽകുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വരുന്നു. ഒരു ശതാധിപൻ എന്ന് പറയുമ്പോൾ അവനൊരു സൈനിക തലവനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ 100ഓളം പടയാളികളുണ്ട്. വിജാതീയനായ അധികാരമുള്ള ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് യാചിക്കുകയാണ്, തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമേ എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ ഈ ശതാധിപനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് യഹൂദന്മാരാണ്. അവർ കൊണ്ടുവന്നുകൊണ്ട് ഈശോയോട് പറയുന്നുണ്ട്, ഇവൻ നമ്മളെ സ്നേഹിക്കുന്നവനാണ്, ഇവൻ നമുക്ക് സിനഗോഗ് പണിതു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈശോയെ ഇവൻ പറയുന്ന കാര്യം നീ ചെയ്തു കൊടുക്കണമേ എന്ന് യഹൂദന്മാർ ഈശോയോട് ആവശ്യപ്പെടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ ശതാധിപന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ എളിമയാണ്. ഇത്രയും അധികാരമുള്ളവൻ ഈശോയുടെ അടുക്കൽ വന്നുകൊണ്ട് അവൻ എളിമയോടുകൂടെ യാചിക്കുന്നു. അവന്റെ പ്രാർത്ഥനകൾ ഈശോയുടെ സന്നിധിയിൽ അവൻ സമർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് അവൻ ഒരു കരുണയുള്ള മനുഷ്യനായിരുന്നു. അവൻ ഈശോയുടെ അടുക്കൽ വന്നത് തന്റെ കാര്യത്തിന് വേണ്ടിയല്ല, തന്റെ കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ല, തന്റെ ഭൃത്യനു വേണ്ടി, തന്റെ കുടുംബത്തിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരന് വേണ്ടി, ആ സഹോദരനെ സുഖപ്പെടുത്തണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈശോയുടെ അടുക്കലേക്ക് വരുന്നത്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ എളിമയോടുകൂടെ, താഴ്മയോടുകൂടെ ഈശോയുടെ അടുക്കൽ വന്ന് യാചിക്കുന്നു. ഈശോ എന്താണ് പറയണത്? ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് ഈശോ പറയുമ്പോ ശതാധിപൻ എന്താ പറഞ്ഞേ? കർത്താവേ, നീ എന്റെ വീട്ടിലേക്ക് വരണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ അയോഗ്യനായ ഒരു മനുഷ്യനാണ് എന്ന് അവൻ പറയുമ്പോ ഈ ആഗമനകാലത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ ഈ സുവിശേഷം നമ്മളോട് പറയണത്, ഈശോ എന്നെ കണ്ട്, സഹോദര നിന്റെ കുടുംബത്തെ കണ്ട് ഈശോ ചോദിക്കുമോ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന്? ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് പറയുന്നിടത്താണ് ഈ ക്രിസ്മസിന്റെ ദിനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു നമ്മുടെ കുടുംബത്തിലും ഹൃദയത്തിലും ജനിക്കാനായിട്ട് പോകുന്നത്. ഈ ശതാധിപന്റെ വാക്കുകളല്ലേ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് നമ്മൾ ഓരോരുത്തരും പറയണം, കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കുമെന്ന് അന്ന് ശതാധിപൻ പറഞ്ഞ വചനങ്ങൾ ഇന്ന് നമ്മുടെ ആരാധനക്രമത്തിന്റെ ഭാഗമായിരിക്കുന്നു. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ആ ശതാധിപനോട് പറഞ്ഞതുപോലെ എന്റെ കുടുംബത്തിലേക്ക് നീ വരണമേ. ഇന്നേ ദിവസം നമ്മൾ ആരാധിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ മക്കളുടെ പ്രാർത്ഥനകൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, വിദേശത്ത് പോകാൻ, ഇസ്രായേലിൽ പോകാൻ, യൂറോപ്പ് രാജ്യങ്ങളിൽ പോകാൻ, മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയായി ബന്ധപ്പെട്ടു പോകാൻ പ്രാർത്ഥന അപേക്ഷിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആ മക്കൾക്ക് ഈ നാട്ടിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഈശോയെ,
അവിടെയൊക്കെ ജീവിത ആരാധനകൾ, അവിടെയൊക്കെ പ്രയാസങ്ങൾ, അവിടെയൊക്കെ ബുദ്ധിമുട്ടുകളാണ് അന്യരാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി കാരണമാകുന്നത്. ഈശോയെ, ആ മക്കളെ നീ ഓർക്കണമേ, അവരെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് നീ വരണമേ. അതുപോലെ ഈശോയെ, കടബാധ്യതയുള്ള മക്കളുണ്ട് ഈശോയെ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ഈശോയെ, കുടുംബ സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട് ഈശോയെ, നാളെയെ കുറിച്ച് ഒത്തിരിയേറെ ആകുലപ്പെടുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാവരെയും ഈ അത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശതാധിപനോട് ഈശോയെ, നീ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.